ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ റിയൽമി 8 സീരീസിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, റെഡ്മി നോട്ട് സീരീസ് ഇറങ്ങി കഴിഞ്ഞാൽ അതിന് കോമ്പറ്റീഷൻ ആയിട്ട് റിയൽമിയുടെ ആ നമ്പർ സീരീസ്, അതായത് 6, 7, 8 ആ ഒരു സീരീസിലെ ഫോൺ വരാറുണ്ട്. ഇത്തവണ നോട്ട് 10 സീരീസ് ഇറങ്ങി കഴിഞ്ഞു. നല്ല കിടിലൻ ഫോണുകളാണ്. 17 രൂപ 15 രൂപ റേഞ്ചിലൊക്കെ 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ഒക്കെ തരുന്ന കിടിലൻ ഫോണുകൾ. 5G ഇല്ല എന്നുള്ളത് ന്യൂനതയായിട്ട് വേണമെങ്കിൽ പറയാം. ബട്ട് ഇപ്പോഴേക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. കാരണം ഈ ഫോണിന്റെ സ്പെക്ക് കാണുമ്പോൾ 5G ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നില്ലെന്നാണ് തോന്നുന്നത്. കാരണം അത്രയും നല്ല ഡീസന്റ് ആയ ഒരു സ്പെക്കാണ് ഫോണുകൾക്കുള്ളത്. അപ്പൊ അതിനെ കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിൽ റിയൽമി 8 സീരീസ് വരാൻ പോവാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറേയധികം കാര്യങ്ങൾ, ഇൻഫർമേഷൻ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് റിയൽമി 8 സീരീസിലെ ഫോണുകൾ? അത് റെഡ്മി നോട്ട് സീരീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ ആണോ? നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണോ? അതായത് റെഡ്മി നോട്ട് സീരീസ് എടുക്കാതെ, നോട്ട് 10 ഒക്കെ എടുക്കാതെ റിയൽമി 8 വേണ്ടി വെയിറ്റ് ചെയ്യണോ? ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. ഹായ്, അപ്പൊ നമുക്ക് റിയൽമി 8ന്റെ കാര്യങ്ങൾ നോക്കാം. ആദ്യം റിയൽമി 8 എന്ന് പറയുന്നത് നമുക്കറിയാം, റിയൽമി 7 15,000 റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫോണാണ്. അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ ആണ് റിയൽമി 8. 7 Pro 20,000 നിൽക്കുന്നതാണ്. അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ ആണ് റിയൽമി 8 Pro. അപ്പൊ 7ന്റെ കാര്യം, അതായത് 15,000 രൂപ നിൽക്കുന്ന 7ന്റെ അപ്ഡേഷനായ 8ന്റെ കാര്യം നോക്കിയാൽ 6.4 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ, 60 ഹെർട്സ് കൂടിയ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഒന്നുമില്ല, 60 ഹെർട്സ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയുണ്ടാവും നിങ്ങളുടെ അഭിപ്രായത്തിൽ? എന്തായാലും 15,000 രൂപയ്ക്കും അല്ലെങ്കിൽ 15-16 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ, അതും സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ നല്ല ബ്രൈറ്റ്നസ്സിൽ കിട്ടി തുടങ്ങുകയാണ്. റെഡ്മി നോട്ട് സീരീസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. നോട്ട് 10 ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 11-12 രൂപയ്ക്ക് വരെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകളാണ്. അതും ഫുൾ HD തന്നെ. അങ്ങനെ നോക്കുമ്പോൾ 15,000 രൂപയ്ക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ 6.4 ഇഞ്ച് ഈ ഒരു ഡിസ്പ്ലേ ഉള്ള ഫോൺ അത്ര നല്ലൊരു ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് നോട്ട് സീരീസിലെ നോട്ട് 10നേക്കാൾ ഒരു മികച്ച ഫോണായിട്ട് തോന്നാൻ എന്താണ് ഇവിടെ ഉള്ളത്? ഇനി ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് പെർഫോമൻസും കാര്യങ്ങളൊക്കെ? മീഡിയാടെക്കിന്റെ G95 എന്ന പ്രൊസസറാണ്. സോ ഇത് തീർച്ചയായിട്ടും ആ റെഡ്മി നോട്ട് 10 കാണുന്ന ആ ഒരു 670 തരുന്ന പ്രൊസസറിനേക്കാൾ കുറച്ച് ബെറ്റർ ആയ പെർഫോമൻസ് തരും. സോ ഇതിന് ബെറ്റർ ആയ പെർഫോമൻസ് ഉള്ള ഫോണായിരിക്കും. ക്യാമറ 64 മെഗാ പിക്സലിന് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോ അതിന് 48 മെഗാ പിക്സലാണ്. സോ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് 64 മെഗാ പിക്സൽ കുറച്ച് ബെറ്റർ ആയ ക്യാമറയുണ്ട്, കുറച്ച് ബെറ്റർ ആയ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. സോ ഓവറോൾ ഈ ഒരു ഫോണിന്റെ കാര്യം നോക്കിയാൽ നല്ല ഡീസന്റ് ആയ ഒരു സെറ്റപ്പാണ്. ഇവിടെ ഒരു ചെറിയ കാര്യം ഇവിടെ ലീക്കായി വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന സ്പെസിഫിക്കേഷൻ എല്ലാം 4GB റാം 64GB സ്റ്റോറേജിന് 12,999, അതായത് 13,000 രൂപയ്ക്ക് കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. 13,000 രൂപയ്ക്ക് നമുക്ക് റെഡ്മി നോട്ട് സീരീസിനേക്കാൾ കുറച്ചുകൂടി നല്ല പ്രോസറും കുറച്ചുകൂടി നല്ല ഒരു കൂടിയ മെഗാ പിക്സൽ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവും നമുക്ക് കണ്ടറിയണം. കൂടിയ മെഗാ പിക്സൽ ക്യാമറയും നല്ല ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേയും എല്ലാം അടങ്ങുന്ന ഒരു ഫോൺ കിട്ടുകയാണ്. അപ്പൊ 15,000 രൂപയ്ക്ക് താഴെ തന്നെ റെഡ്മി നോട്ട് സീരീസിലും റിയൽമി സീരീസിലും സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ വരുന്നു. അതിൽ തന്നെ കുറച്ച് ബെറ്റർ ആയ സ്പെക് സെറ്റപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത് റിയൽമി 8 എന്ന ഫോണിലാണ്. സോ രണ്ടിലും 5G ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു ഫോണിന്റെ ഈ ഒരു സ്പെക്ക് കേൾക്കുമ്പോൾ? ഇതിന്റെ കൂടിയ വിലന്റെ പ്രൈസ് അത്രയാണെന്നാണോ ചിന്തിക്കുന്നത്? 6GB റാം 128GB സ്റ്റോറേജ് ഉണ്ട്. അതിന് 14,999, അതായത് 15,000 രൂപയാണ്. അതും കുഴപ്പമില്ല. ഇത്തിരി ബെറ്റർ ആയ പെർഫോമൻസും ക്യാമറയും ഒക്കെ ബാറ്ററി സെറ്റപ്പും കാരണം എല്ലാം കൂടി നോക്കുമ്പോൾ ആ പ്രൈസും ഡീസന്റ് ആയ ഒരു പ്രൈസാണ്. റെഡ്മി നോട്ട് 10 സീരീസിനെ അല്ലെങ്കിൽ നോട്ട് 10 എന്ന ഫോണിനെ കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് റിയൽമി 8 വരാൻ പോകുന്നതെന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടിയുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് മനസ്സിലാവുന്നത്. സോ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, നോട്ട് 10 കണ്ണുപൂട്ടി പോയി എടുക്കണോ അതോ റിയൽമി 8 വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതിന്റെ കൃത്യമായ ലോഞ്ച് ഡേറ്റും കാരണം നമുക്ക് അറിയില്ല. മധുസുത്ത് അതിന്റെ 108 MP ക്യാമറയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് 8-ലല്ല 8 Proയിലാണ്. അതിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ടീസർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. താമസിയാതെ അത് ലോഞ്ച് ചെയ്യും, ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ. സോ 8 എന്ന് പറയുന്ന ഒരു ഫോൺ, റിയൽമി 8 നമ്മുടെ റെഡ്മി നോട്ട് 10 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കമ്പയറബിൾ ആയ നല്ലൊരു ഫോണാണ്. ഇനി ഇതിന്റെ കൂടിയ വേരിയന്റ് 8 Proയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? 6.55 ഇഞ്ച് വരുന്ന 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഉള്ള സൂപ്പർ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് റിയൽമി 8 Pro എന്ന ഫോൺ വരാൻ പോകുന്നത്. ബ്രൈറ്റ്നസ് ഒരു പ്രധാന ഘടകമാണ്. ഇവരുടെ മുമ്പത്തെ ഫോണുകളിൽ അത്ര ബ്രൈറ്റ് ആയ ടോപ്പ് ബ്രൈറ്റ്നസ് തരുന്ന ഒരു ഫോണുകളല്ല ഉണ്ടായിട്ടുള്ളത്. റെഡ്മി നോട്ട് 10 സീരീസ് ആണെങ്കിൽ 1200 നിന്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് നല്ല ഡീസന്റ് ആയ ഒരു ബ്രൈറ്റ്നസ് ആണ്. അപ്പൊ ആ ഒരു ലെവലിലുള്ള ബ്രൈറ്റ്നസ് കൂടി ഉണ്ടെങ്കിലാണ് ഈ ഫോൺ റെഡ്മി നോട്ട് 10 സീരീസിലെ നോട്ട് 10 Proയോ Pro Maxോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് നമ്മൾ കാത്തിരുന്ന് കാണണം. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ബട്ട് 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഉള്ള സൂപ്പർ AMOLED ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിലും പറയപ്പെടുന്നത്. ഇവിടെ ഇത്തിരി ബെറ്റർ ആയിട്ടുള്ള കാര്യം ചെയ്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും ഈ റിയൽമി 8 Proയിൽ കൊടുക്കുന്നുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഇത്തിരി ബെറ്റർ ആയ, നിങ്ങൾക്ക് ഒരു പക്ഷേ പലർക്കും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇത്തിരി ഒരു അഡ്വാൻസ്ഡ് ആയ സംഗതിയായിട്ട് ഫീൽ ചെയ്തേക്കാം. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 108 മെഗാ പിക്സൽ ക്യാമറ,
ഓക്കെ, നമുക്ക് നോട്ട് 10 സീരീസിലും അത് തന്നെയാണ്. സോ അതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. പ്രോ മാക്സിൽ 20,000 നിൽക്കുന്ന പ്രോ മാക്സിൽ 108 മെഗാ പിക്സൽ തന്നെയാണ്. പ്രോയിലാണെങ്കിൽ 64 ഉള്ളൂ. ബട്ട് പ്രോ മാക്സിൽ ടോപ്പ് വേരിയന്റ് നമുക്ക് 108 മെഗാ പിക്സൽ കിട്ടുന്നുണ്ട്. പ്രോസസർ സ്നാപ്ഡ്രാഗൺ 730G ആണ് എന്നാണ് പറയപ്പെടുന്നത്. സോ ഇവിടെയും 5G ഒന്നും കാണുന്നില്ല. സോ റിയൽമി 8 സീരീസും റെഡ്മി നോട്ട് സീരീസും 5G കോമ്പറ്റീഷനിൽ ഇടപെടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. റിയൽമി ഇടപെടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം റിയൽമി നാർസോ 30 പ്രോ എന്ന് പറഞ്ഞുകൊണ്ട് 17,000 രൂപയ്ക്കൊക്കെ 5G ഫോൺ ഇറക്കി കഴിഞ്ഞു. X7 പ്രോ എന്ന് പറഞ്ഞിട്ട് 20,000 5G ഫോൺ ഇറക്കി കഴിഞ്ഞു. സോ റിയൽമി 8 സീരീസിൽ 5G ഇല്ലെങ്കിലും റിയൽമി ഫോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് 5G ഫോൺ വേണമെങ്കിൽ ഓപ്ഷൻസ് വേറെയുണ്ട്. അപ്പൊ റിയൽമി 8 സീരീസ് വരുമ്പോൾ നോട്ട് സീരീസ്, റെഡ്മി നോട്ട് സീരീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ 5G എന്നൊരു ഉദ്ദേശം അവർക്കില്ല. സോ എന്നാണ് മനസ്സിലാവുന്നത് ഇപ്പോഴത്തെ ഈ ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ 8 പ്രോയിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 730G ആണ്. 32 മറ്റേലിരിക്കുന്നത് നോട്ട് സീരീസ്, നോട്ട് പ്രോയിലും മാക്സിലും ഒക്കെ. അതിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് ഫേസ് ചെയ്യാൻ പോകുന്നില്ല. 4500 mAh ബാറ്ററിയും 65 വാട്ട് ഫാസ്റ്റ് ചാർജിംഗുമാണ് വരുന്നത് ഈ ഫോണിൽ. സോ നല്ലൊരു ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. ബാറ്ററി ചെറുതാണെന്ന് കരുതി നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. നല്ല ബാറ്ററി ലൈഫ് കിട്ടാൻ സാധ്യതയുണ്ട്. റിയൽമി X7 എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല, വന്നു കഴിയുമ്പോൾ തന്നെ അറിയുള്ളൂ. സോ ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂട്ടിച്ചേർക്കാണ്, ഇതിന്റെ പ്രൈസ് കൂടി ലീക്കായി വന്നിട്ടുണ്ട്. 6GB റാം 128GB സ്റ്റോറേജിന് 19,000 രൂപയാണ് പറയുന്നത്. അതായത് പ്രോ മാക്സിലേക്ക് നോക്കിയാൽ നമുക്ക് 20,000 രൂപ വരും. ഇത് 19,000 രൂപയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇതിലും 1,000 രൂപ ബെറ്റർ ആയിട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ വേറെ ഒരു ഉദ്ദേശമില്ല. ഈ സ്പെക്ക് കാണുമ്പോൾ ഇവർക്ക് വേറെ ഒരു ഉദ്ദേശമില്ല. റെഡ്മി നോട്ട് സീരീസിലെ ഫോണുകളെക്കാൾ ഒരു പൊടിക്ക് 1,000 രൂപ കുറവിനും മറ്റോ ഒരു ഇത്തിരി ബെറ്റർ ആയ ഫോണുകൾ എടുത്തുകൊണ്ട് വന്ന് മാർക്കറ്റ് പിടിക്കാന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ഇവർക്ക് കാണുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ വെച്ചാണ് ഞാൻ പറയുന്നത്. സോ നമ്മൾ ഫൈനലി നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഫോണുകളും കമ്പയറബിൾ ആണ്. രണ്ട് ഒരുപോലെ നല്ല ഫോണുകളായിട്ടാണ് ഈ രണ്ട് ബ്രാൻഡുകളും വന്നിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 5G വേണമെന്നുള്ളവർക്ക് ധാരാളം ഓപ്ഷൻ റിയൽമി ഫോണുകളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന് 15,000 രൂപയ്ക്ക് നമുക്ക്, അല്ലെങ്കിൽ 14,000 രൂപ 15,000 രൂപ റേഞ്ചിലൊക്കെ ഡീസെന്റ് ആയ ഒരു സ്പെക് ഉള്ള ഒരു ഫോണാണ് റിയൽമി ഫോൺ എന്നുള്ളതൊക്കെ കാണാം. എങ്കിലും ജനറൽ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ റെഡ്മി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നോട്ട് 10 നോട്ട് 10 പ്രോയോ മാക്സോ ഏത് വേണേലും എടുക്കാം. അതിനേക്കാൾ ഭയങ്കരമായ ഇമ്പ്രൂവ്മെന്റ്, ഭയങ്കരമായ വ്യത്യാസമുണ്ട് റിയൽമി ഫോണുകളിലെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ റിയൽമി ഫോണുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ റിയൽമി 8 പ്രോയോ എടുക്കാം. റെഡ്മി നോട്ട് 10 സീരീസ് അത്ര ഭയങ്കര നല്ല ഫോണാണ് 8നേക്കാൾ എന്ന് പറയാനും എനിക്ക് തോന്നുന്നില്ല. രണ്ടും ഏകദേശം ഒരുപോലെയാണ്. സോ നിങ്ങൾ ഏത് ബ്രാൻഡിന് ഇഷ്ടപ്പെടുന്നോ ധൈര്യമായിട്ട് ആ ബ്രാൻഡിന്റെ ഫോൺ എടുക്കാമെന്നാണ് ഈ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു കോമ്പറ്റീഷൻ എന്തായാലും ആരോഗ്യകരമായ ഒരു കോമ്പറ്റീഷനാണ്. രണ്ടും നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിന്റെ ഫോൺ ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ് സ്പെക്ക് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. ഇതുവരെ നമുക്കറിയാൻ കഴിഞ്ഞ ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് വരും ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന 8 പ്രോ ഫോൺ എന്ന് യാതൊരു ഉറപ്പുമില്ല. ബട്ട് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ ഏറെക്കുറെ ശരിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും കൃത്യമായ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളും അറിയുമ്പോൾ അടുത്ത വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.